Hello, I'm Seema and welcome to Seema's Cozy Heaven. എല്ലാവരും ഒരു ക്രിസ്മസ് മൂഡിലല്ലേ? അപ്പം നമ്മുടെ ഡൈനിങ് ടേബിളിനും ചെയറിനും ഒരു ഫെസ്റ്റിവൽ ലുക്ക് കൊടുക്കാം. ക്രിസ്മസ് തീം വെച്ചിട്ട് ടേബിൾ റണ്ണറും ചെയർ സീറ്റ് കവറും നമുക്ക് തയ്ക്കാം. വളരെ സിമ്പിളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും തയ്ക്കാം. പലരും വീട്ടിൽ മെഷീൻ വാങ്ങിച്ച് വെച്ചിട്ട് ഒന്നും തയ്ക്കാറില്ല. ഇതൊന്ന് ട്രൈ ചെയ്യണേ പ്ലീസ്. ഇത് എൻ്റെ ഇരുന്നൊരു പഴയ കവറാണ്. ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും മെഷർമെൻറ്റ്സ് എടുക്കണം. 1/2 ഇഞ്ച് കൂട്ടിയിടണം 4 വശത്തും. സീറ്റ് തന്നെ മെഷർ ചെയ്തെടുത്താലും മതി. സീറ്റിൻ്റെ സൈഡിൻ്റെ വീതി അനുസരിച്ച് ബാൻഡ് എടുക്കണം. ഞാൻ എടുത്തേക്കുന്നത് 4 ഇഞ്ചാണ്. ഞാനിപ്പോൾ 2 കളർ കൊടുത്ത സീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ 2 പേപ്പർ കട്ടിങ് എടുത്തു കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൽ. എല്ലാത്തിനും ചുറ്റും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തയ്ക്കുന്നത് 1/2 ഇഞ്ച് തന്നെ തയ്ക്കണം. 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പീസും ലെങ്ത്ത് 16 ഇഞ്ച് തന്നെ. വീതി ഒരു നടുക്കിൽ വെക്കുന്ന പീസസ് 7 ഇഞ്ചസ്, 2 സൈഡിലും വെക്കുന്ന പീസസ് 5.5 ഇഞ്ച്. അത് തയ്യൽ തുമ്പ് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ 2 കളർ തുണി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് സ്ക്വയർ ആയിട്ട് അങ്ങ് വെട്ടി 1/2 ഇഞ്ച് സൈഡും കൊടുത്ത് പിന്നെ ആ സൈഡിലെ ബെൽറ്റും വെച്ചാൽ മതി. തയ്യൽ തീർന്നു. ഇതിപ്പം തയ്ക്കാനുള്ള തുണി മടക്കിയിട്ട് 3 മുറിച്ച് മടക്കിയിരുന്നോണ്ട് നമുക്ക് ഓരോ പോർഷനിലും 2 പീസ് കിട്ടും. അപ്പോൾ ഇത് 3 സീറ്റിനുള്ള തുണി കിട്ടി. ഇതുപോലെ തന്നെ ഒരു സെറ്റൂടെ മുറിച്ചാൽ 6 ചെയർസിനുള്ള തുണി കിട്ടിക്കഴിഞ്ഞു. ഇത് സൈഡ് ബാൻഡ് 4 ഇഞ്ച് വെച്ചാണ് ഞാൻ എടുത്തത്. നീളത്തെ അങ്ങ് മുറിച്ചിട്ട് എല്ലാം ജോയിൻ ചെയ്തിട്ട് പിന്നെ ഓരോ കുഷീനും നമുക്ക് ഫിക്സ് ചെയ്യാം. ഈ പ്രിന്റഡ് തുണിയും 7 ഇഞ്ച് വീതിയിൽ, നീളം 16, പിന്നെ തയ്യൽ തുമ്പും കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ 3 പീസായിട്ട് മുറിച്ച് ഡബിൾ ലെയേഴ്സ് ഇട്ട് കൊടുത്തു. അപ്പം 6 ചെയർസിനുള്ളത് കിട്ടും. ഇപ്പം ഞാൻ പീസസ് എല്ലാം മുറിച്ച് സെൻറ്റർ പ്രിന്റഡ് പീസ് വന്ന് 2 വശത്തുമുള്ള ചുമന്ന പീസും ഉണ്ട്. ചുറ്റിനുള്ള ബാൻഡും കാണാം. ഇനി ഇതെല്ലാം കൂടെ എങ്ങനെ ചേർത്ത് ജോയിൻ ചെയ്ത് തയ്ക്കാം നമുക്ക് നോക്കാം. മുറിച്ച തുണി ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ തയ്ക്കാൻ. തയ്ച്ച് കഴിഞ്ഞിട്ട് സൈഡിൽ നമുക്ക് ഇന്റർലോക്ക് അല്ലെ ഓവർലോക്ക് ചെയ്ത് വെക്കാം. അപ്പം നൂല് ഇങ്ങനെ ഇളകി വരത്തില്ല. മൂന്ന് പീസും ജോയിൻ ചെയ്ത് ഇന്റർലോക്കും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചുറ്റിനും എങ്ങനെ ആ പടി വെക്കുന്നതെന്ന് നോക്കാം. 3 സൈഡിൽ വെച്ചാൽ മതി. 4 സൈഡ് വെച്ച് ചിലപ്പം കെട്ടാൻ പറ്റാതായിപ്പോ. ബാക്കിലത്തെ പോർഷൻ മടക്കി തയ്ക്കാം. നീളത്തിലുള്ള പടിയുടെ ഒരറ്റം മടക്കി തയ്ക്കാം. മടക്കി തയ്ച്ച 2 തുണിയും ബാൻഡ് കറക്റ്റായിട്ട് പിടിച്ച് ചേർത്ത് തയ്ക്കാം. ചേർത്ത് തയ്ക്കുമ്പം കുഷൻ ആ കവറിൻ്റെ മൂലകളൊക്കെ കറക്റ്റായിട്ട് പിടിക്കണം. കോർണേഴ്സ് എല്ലാം നല്ലപോലെ കറക്റ്റായിട്ട് ലെവലിൽ പിടിച്ച് വെച്ച് വേണം തയ്ക്കാൻ. കവറിൻ്റെ ബാക്കിലായിട്ട് ഓരോ ഇഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടും കൊടുത്ത് മാർക്ക് ചെയ്യാം. നമുക്ക് നാടെ അടിക്കാനാണ്. നാടയ്ക്ക് 2 ഇഞ്ച് എടുക്കണം തുണി.
പകുതിയിൽ മടക്കിയിട്ട് സൈഡിൽ ചെറുതായിട്ട് തയ്ച്ച് പോകണം. നീളത്തിലങ്ങ് നാട തയ്ച്ചിടണം. അത് പിന്നെ നമുക്ക് ആവശ്യമനുസരിച്ച് വെട്ടി യൂസ് ചെയ്യാം. 2 ഇഞ്ച് എന്ന് പറഞ്ഞത് നാടയുടെ വീതിയാണ്. നീളം നീട്ടി അങ്ങ് എടുക്കാം. ഒരു 26 ഇഞ്ച് നീളം ഓരോ നാടയ്ക്കും കൊടുക്കാം. ഇനി ഈ നാട എങ്ങനെ തിരിച്ചെടുക്കാമെന്ന് നോക്കാം. സേഫ്റ്റി പിൻ കുത്തിയിട്ട് ഇതുപോലെ കോർത്തെടുക്കാം. പിന്നെ അത് തിരിച്ച് വലിച്ചൂരിയെടുക്കണം. തിരിച്ചിട്ട നാട നല്ലപോലെ തേച്ചിട്ട് വേണം സീറ്റിലോട്ട് തയ്ക്കാൻ. നാട നേരെ പകുതിയായിട്ട് മടക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ സ്ഥലത്ത് ഉൾഭാഗത്തായിട്ട് വെച്ച് ഒരു ഇഞ്ച് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്, അതായത് ആ ബോർഡർ പടിയിലോട്ട് വരണം 1 ഇഞ്ച്, സീറ്റിലോട്ട് 1 ഇഞ്ച്. ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കണം. പിന്നെ 2 സൈഡിൽ ഓരോ തയ്യലിട്ടാൽ മതി. സീറ്റ് കവർ റെഡിയായി. ഇനി അങ്ങ് ഇട്ടാൽ മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേബിൾ റണ്ണറാണ്. ഈ ടേബിൾ റണ്ണറിൻ്റെ നീളം 48 ഇഞ്ച്, വീതി 15 ഇഞ്ച്. ഏകദേശം ഈ അളവിൽ തന്നെ ഞാൻ തയ്ക്കാൻ പോകുന്നത്. സെൻട്രൽ കൊടുക്കുന്ന പ്രിന്റഡ് തുണി 48 ഇഞ്ച് നീളവും 10.5 ഇഞ്ച് വീതി കൊടുത്തേക്കുന്നത്. സൈഡിൽ കൊടുത്തേക്കുന്ന ചുമന്ന തുണി 2 സൈഡിലും കൊടുത്തേക്കുന്നത് 48 ഇഞ്ച് നീളം, വീതി 4 ഇഞ്ച്. നീളത്തിലുള്ള 2 ചുമന്ന പടി തയ്ച്ച് കഴിഞ്ഞിട്ട് മതി താഴെ വീതിയിലുള്ള ചുമന്ന പടി കൊടുക്കും. ഇതുപോലെ തുണി വെച്ചിട്ട് 2 സൈഡിലും തയ്ച്ചെടുക്കാം. തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നമുക്കങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ചുമന്ന ബോർഡർ കറക്റ്റ് അളവിൽ മുറിച്ചിട്ട് ഫിക്സ് ചെയ്യാം. ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞിട്ട് നല്ല വശത്തോട്ട് തിരിച്ചിട്ട് പതിച്ച് ഒന്നുകൂടെ ഒരു തയ്യലും കൂടെ മുകളിൽ കൂടെ തയ്ക്കണം. ഇതുപോലെ 2 സൈഡും വൃത്തിയായിട്ട് തയ്ക്കണം. അത് നല്ലപോലെ കിടക്കും. വീതിക്കുള്ള 2 പീസസും ഇതുപോലെ തന്നെ പതിച്ചടിക്കണം. ഇനി നമുക്കൊരു നല്ല തുണി ലൈനിങ് ആയിട്ട് കൊടുക്കാം. ലൈനിങ് തുണി ഈ റണ്ണറിൻ്റെ അതേ അളവിൽ വേണ്ട. കുറച്ച് വലുതായാലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ തയ്ച്ച് കഴിഞ്ഞിട്ട് മുറിച്ച് കളയാം. ഇതുപോലെ നല്ല വശം അകത്തിട്ട് തയ്ക്കണം. എന്നിട്ട് മറിച്ചിടാം. 3 സൈഡ് തയ്ച്ചാൽ മതി. ഒരു സൈഡ് ഓപ്പൺ ചെയ്തിടണം നമുക്ക് പിന്നെ തിരിച്ചെടുക്കാൻ. ഇപ്പം 3 സൈഡും തയ്ച്ച് ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓപ്പണാക്കി ഇട്ടേക്കുന്ന സൈഡ് അവസാനം എല്ലാം മടക്കി നീറ്റായിട്ട് തയ്ച്ച് നിർത്താം. തയ്യൽ തുമ്പ് ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് വെച്ചിട്ട് ആ ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടെ 3 വശത്തും തയ്ക്കണം. ഇങ്ങനെ തയ്ക്കുമ്പം നമുക്ക് മടക്കാൻ എളുപ്പമാണ്. മടക്കി മുകളിൽ ഒരു തയ്യലും കൂടെ വരും, അന്നേരം നല്ലോണം ഇരിക്കത്തുള്ളൂ. ഇതിൽ നമുക്ക് അടിയിൽ തയ്ച്ച തയ്യലും കാണാം. പിന്നെ തിരിച്ച് വെച്ച് നല്ല വശത്ത് മുകളിൽ സൈഡിൽ കൂടെ തയ്ക്കുന്നതും ശ്രദ്ധിക്കാം. അടിയിലത്തെ ലൈനിങ് തുണി മുകളിൽ കാണരുത്.
അങ്ങനെ നമ്മുടെ ടേബിൾ റണ്ണറും ചെയർ കവറും റെഡിയായി. കണ്ടോ? നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. മെറി ക്രിസ്മസ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യൂലേ? ഇത് ക്രിസ്മസിന് മാത്രമല്ല, ഏത് സമയത്തും നമുക്ക് ഇഷ്ടമുള്ള കളറിൽ തയ്ച്ചിടാം. മാറ്റി മാറ്റി തയ്ച്ചിട്ടുകൊണ്ടിരിക്കാം. ഒരു സന്തോഷമല്ലേ? താങ്ക് യു. ടേക്ക് കെയർ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.